മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ധാരാളം വ്യക്തികൾ, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇന്നലെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നെ വിളിച്ചു പറഞ്ഞു, പ്രഗത്ഭരായിട്ടുള്ള കുറേ വ്യക്തികൾ, ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടവർ, കോടതിയുമായി ബന്ധപ്പെട്ടവർ, നിയമവശവുമായി ബന്ധപ്പെട്ടവർ, അക്കൗണ്ടിങ് കൈകാര്യം ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ടവർ, ഇവരുടെ എല്ലാവരുടെയും സമ്മേളനം നടക്കാൻ പോകുന്നു. അതിൽ നിങ്ങളുടെ ഒരു പ്രഭാഷണം വേണം, എൻ്റെ ഒരു പ്രഭാഷണം വേണം എന്ന് പറഞ്ഞു. എനിക്കതങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റണില്ല. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു, എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത്? വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. വരാൻ വളരെ സന്തോഷമേ ഉള്ളൂ. ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ ഒരു സദസ്സിൽ, അവരുടെ ഒരു സെമിനാറിൽ 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ എന്നെ വിളിക്കാം. ഇന്നലെയും മിനിങ്ങാന്നും ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോൾ അമ്പലത്തിൽ ധാരാളം മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ പ്രഭാഷണം കേൾക്കാൻ വന്നിരുന്നു. അവരെന്നോട് ഫോൺ വിളിച്ചും ഇമെയിലിലൂടെയും ചോദിച്ചിരുന്നു, ഞങ്ങൾ അമ്പലത്തിൽ വന്നാൽ ഞങ്ങളെ കയറ്റുമോ എന്ന്. ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, ധൈര്യമായിട്ട് കയറുക. ആരെങ്കിലും ചോദിച്ചാൽ അവിടെ വാദിക്കാനും ജയിക്കാനും ഒന്നും നിൽക്കണ്ട, അതിന് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. ജസ്റ്റ് പേരെന്താന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണനോ മുകേഷെന്നോ അമ്പി എന്നോ എന്തെങ്കിലും ഒരു പേര്, ഹിന്ദുവിൻ്റെ പേര് പറയാം. അത് ആരെയും തെറ്റിദ്ധരിക്കാനും ധരിപ്പിക്കാനും ഒന്നുമില്ല. പേര് എന്നുള്ളത് രക്തത്തിൻ്റെ ഭാഗമൊന്നുമല്ല, എക്സ്റ്റേണൽ ഭാഗമാണ്. ഭംഗിയായിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളാം. ആരും ഒരാളും ഒന്നും ചോദിക്കാൻ പോണില്ല. അവരെല്ലാവരും വന്നു. ഞാൻ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഭാരവാഹികളോട് പറഞ്ഞു, കുറേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രഭാഷണം കേൾക്കാൻ ചേരാനെല്ലൂരും കളമശ്ശേരിയിലും പാലാരിവട്ടത്തും തൃപ്പൂണിത്തുറയിലും അമ്പലങ്ങളിലാണ്. NSSൻ്റെ മാത്രം കരയോഗം ഓഫീസിലായിരുന്നു. ബാക്കിയെല്ലാം അമ്പലങ്ങളിലാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അവരോട് പറഞ്ഞിരുന്നു ധൈര്യമായിട്ട് വരാൻ, അമ്പലത്തിനകത്തേക്ക് കയറാൻ പറഞ്ഞിരുന്നു. ബൈ ചാൻസ് വല്ലവരും എന്താ പേരെന്ന് ചോദിക്കുകയാണെങ്കിൽ, ചോദിക്കില്ല, 100% പേര് ചോദിക്കില്ല. ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു പേര് പറയാനും പറഞ്ഞിരുന്നു. ഇത് നിങ്ങൾ അറിയണം, താല്പര്യമുള്ള എല്ലാവരെയും അമ്പലത്തിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞു. ഇപ്പം ധാരാളം പേര് ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വരിക. അതേപോലെ കോളേജുകളിൽ ഇത് ഇങ്ങനെയുള്ളത് നടത്താനുള്ളൊരു താല്പര്യം കാണിക്കാം. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരന്തരം ക്ലാസ് എടുക്കാൻ വരണമെന്ന് പറയാം. ധാരാളം അനാഥാലയങ്ങളിൽ അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ, പള്ളികളിൽ നിങ്ങൾ വന്ന് ക്ലാസ് എടുക്കണമെന്ന് പറയാം. നമ്മൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ പറയാൻ കാരണം എന്താ? അതിന് അവർ പറയുന്ന മറുപടി സിമ്പിൾ മറുപടിയാണ്. വാട്സപ്പിലൂടെ സാറിൻ്റെ സന്ദേശം എത്തുന്നുണ്ട്. അമേരിക്കയിലെ ഒരു ഗ്രൂപ്പ്, ബഹ്റൈനിലെ ഒരു ഗ്രൂപ്പ്, അലൈനിലെ ഒരു ഗ്രൂപ്പ്, UAEയിലെയും സൗദി അറേബ്യയിലെയും ഒരു ഗ്രൂപ്പ് എന്ന് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പുകളാണ്. ആയിരക്കണക്കിന് വ്യക്തികൾ ഇവർ വാട്സപ്പ് ഗ്രൂപ്പ്, ഇമെയിൽ ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ സന്ദേശവും ഇതുപോലെ ഉള്ള സന്ദേശങ്ങളും മറ്റ് സന്യാസിമാരും ധന്യരായിട്ടുള്ള വ്യക്തികളും പറഞ്ഞത് എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിയോ ഒരു 1/2 ഡസൻ വ്യക്തികളോ വിചാരിച്ചാലൊന്നും നമ്മുടെ പൈതൃകം ധന്യമായി ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പഠിപ്പിക്കാനൊന്നും സാധിക്കില്ല. ഇപ്പൊ പേരും പ്രസിദ്ധിയും പൊന്നാടയും ബൊക്കയും അവാർഡും സർട്ടിഫിക്കറ്റും ഒന്നും പ്രതീക്ഷിക്കാത്തവര് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, അവരുടെ ജീവിതത്തിൻ്റെ പാർട്ട് ആൻഡ് പാർസലായിട്ട് കുറേ സമയം, കുറേ ഊർജം, കുറേ സമ്പത്ത്, ടൈം, എനർജി ആൻഡ് മണി, അത് അവര് ഈ ധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ പൈതൃകം അസാധാരണമാം വിധത്തിൽ ജോമെട്രിക്കൽ പ്രോഗ്രഷനായിട്ട് പടരുന്നത്. ഇന്നലെ ഒരു 5 പ്രാവശ്യം ഈ തമിഴ്നാട്ടിലുള്ള വണ്ണസ് യൂണിവേഴ്സിറ്റി, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് വണ്ണസ് യൂണിവേഴ്സിറ്റി, കുറേ ഹിന്ദു സ്പിരിച്വൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവർ വിളിച്ചിരുന്നു, അവിടെ വരണം, അവിടുത്തെ സന്യാസിമാർക്ക് ക്ലാസ് എടുക്കണം. 150ഓളം സന്യാസിമാർ, നല്ല വിദ്യാഭ്യാസമുള്ളവർ, BTech, MTech എടുത്തവർ, ഹയസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവരുണ്ട്.
സാർ ഒരു ദിവസമോ 2 ദിവസമോ വരണം. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു ജന്മസാഫല്യം മാറ്റി. ഞാനത് നിങ്ങളോട് പറയാൻ കാരണം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നതിന് ജനങ്ങൾ സ്വീകരിക്കുന്നൊന്നും വരുത്താനല്ല. നിങ്ങളും ഈ തപസ്സിൽ കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇമെയിൽ വഴിക്കോ ഫേസ്ബുക്ക് വഴിക്കോ യൂട്യൂബ് വഴിക്കോ വാട്സപ്പ് വഴിക്കോ മെസ്സഞ്ചർ വഴിക്കോ ഹാങ്ങർ വഴിക്കോ ഈ ലോകത്തിൽ നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ വിളിച്ച് 10 പേരേ ഉള്ളൂ എങ്കിലും അവർക്ക് മൊബൈൽ ഫോണിൽ ക്ലാസ് എടുത്ത് അത് സ്പീക്കറിലിട്ട് പഠിപ്പിക്കാൻ തയ്യാറാണ്. ഗോപാലകൃഷ്ണൻ അവിടെ വരേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അറിവുള്ള ചിദാനന്ദപുരിയോ ആരായാലും ശരി അവരവിടെ വന്നിട്ട് ക്ലാസ് എടുക്കാന്ന് പറയുമ്പോൾ യാത്രയ്ക്ക് ഒരു 40 മണിക്കൂർ, പ്രഭാഷണത്തിന് 1 മണിക്കൂർ നഷ്ടം എത്രയാന്ന് നോക്കും. അത് ഒഴിവാക്കാൻ ശരിക്ക് നമുക്ക് അൾട്രാ മോഡേൺ ഫെസിലിറ്റികൾ ഉള്ളത് മുഴുവനും ഉപയോഗിക്കാം. നിങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ടാവണം. റിട്ടയർ ആയതിനു ശേഷം ഞാൻ വരും അങ്ങനെ പറയല്ലേ. റിട്ടയർ ആവുന്നത് വരെ നമ്മൾ ഉണ്ടാവും എന്നുള്ളതിന് എന്താ തെളിവ്? ഒരു തെളിവില്ല. എത്രയോ പേര് ഇതിനിടയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോ ഈ അവൈലബിൾ ആയിട്ടുള്ള സർവ്വ സംവിധാനവും ഉപയോഗിച്ച് നമ്മുടെ ഹിന്ദു ധർമ്മത്തെ പ്രചരിപ്പിക്കണം. കുറച്ചെങ്കിലും പഠിക്കണം, അത് പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം, അതിനായിട്ട് പ്രവർത്തിക്കണം, ആവശ്യമുള്ള സമയത്ത് പ്രതികരിക്കണം. പ്രതികരിക്കുമ്പോൾ ശക്തമായിട്ടുള്ള റെസ്പോൺസിപ്പ് ഉണ്ടാവുന്നുണ്ട്. ശക്തമായിട്ട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് ഫേസ്ബുക്കിലൂടെയൊക്കെ. എന്ത് രസ! സംഘടന ഉണ്ടാക്കി, പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറിനെയൊക്കെ ഉണ്ടാക്കി, പിന്നെ അവരെ കൈകാര്യം ചെയ്തുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഈ വഴിയിലൂടെ IT സംവിധാനത്തിലൂടെ മാസ് മീഡിയയിലൂടെ ഗ്രൂപ്പ് മീഡിയയിലൂടെ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ സാധിച്ചാൽ വളരെ ധന്യമായി. എത്രയെത്ര സംഘടനകൾ, എത്രയെത്ര ഗ്രൂപ്പുകൾ, എത്രയെത്ര വ്യക്തികളാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇടുക്കിയിലെ ജനറേറ്റർ ആവാൻ സാധിക്കില്ല, ഒരു സബ് സ്റ്റേഷൻ ആവാൻ സാധിക്കില്ല, ഒരു ട്രാൻസ്ഫോമർ ആവാനും ശ്രമിക്കണമെന്നില്ല. പക്ഷെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആയിക്കൂടെ? ഒരു ബൾബ്, ആ പോസ്റ്റിലുള്ള ഒരു ബൾബ്, അതിൻ്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ പാകത്തിന് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സാധിക്കട്ടെ. ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ചെയ്യണം. ലോകത്തിൽ എവിടെയാണെങ്കിലും ചെയ്യണം. ഒത്തിരി സുഹൃത്ത് വലയങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കും. പണ്ട് കുറച്ച് ശത്രുക്കൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഉറപ്പാ ശത്രുക്കൾ ഉണ്ടാവില്ല. അത്രയും ധന്യമായ രീതിയിൽ ഭാരതീയരും ഭാരതത്തെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായ വിദേശികളും നമ്മുടെ പൈതൃകം സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ കൈനീട്ടുമ്പോൾ കൊടുക്കാൻ 1, 2, 5, 10 പേര് പോരാ, നിങ്ങളും ഉണ്ടാവണം. ഇതൊരു തപശ്ചര്യയാണ്, ഇതൊരു തപസ്സാണ് എന്ന് മാത്രം പരമപവിത്രമായ ഭാരതമാതാവിൻ്റെ പാദങ്ങളിലേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാനും സ്വയം സമർപ്പിക്കാനുമുള്ളൊരു തപസ്. ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ഒന്നും വേണ്ടെന്ന് വെക്കണ്ട. അതേപോലെ പോകട്ടെ. കുറച്ച് സമയം നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും അറിയാവുന്നവരും അറിയാത്തവരും അറിയിക്കാൻ സാധിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികൾക്കെല്ലാം ഇത് വാരി വിതറുക. സ്വീകരിക്കട്ടെ, സ്വീകരിക്കാതിരിക്കട്ടെ. അവർക്ക് ബോറിംഗ് തോന്നുന്ന വിധത്തിൽ ഓവർലോഡ് ചെയ്യരുത് എന്ന് മാത്രം. പ്രണാമം, നമസ്കാരം.